ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടതും എപ്പിസോഡിൽ കണ്ടതായ ഒരു കാര്യമാണ്. ആതിരയോട് അനുമോള് PR നമ്പർ കൊടുത്തിട്ട് അക്ബറിനെതിരെ എന്തൊക്കെയോ നെഗറ്റീവ് പറയണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ആതില പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇന്ന് നമ്മുടെ ജിഷിൻ എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ് ഇന്ന് അനുമോള പറയുന്നത് കേൾക്കാൻ നിന്ന്. അതായത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരുന്നു എന്നുള്ളത് ഷാനവാസ് ഒരു സൂചന അനുമോൾക്ക് കൊടുത്തിരുന്നു. അത് അനുമോള് ജിഷിനോട് അതിനെപ്പറ്റി പറയുന്നു, അത് അവർ കേൾക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി അതിനൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ആദില പറഞ്ഞത് അനുമോൾ PR നമ്പർ കൊടുത്തിട്ട് അക്ബറിനെ കരിവാരി തേക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ അനുമോൾ പറഞ്ഞിട്ടുള്ളത് അത് അനുമോളുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, അത് ചേച്ചിയുടെ കയ്യിലാണ് ഫോണുള്ളത്. അപ്പോൾ ആ ഫോണിലേക്ക് വിളിച്ചിട്ട് അനുമോളുടെ ലൈനറുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കൊടുത്തയക്കാൻ പറയണം. അതേപോലെ തന്നെ അനുമോളോട് പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞതല്ല, മുൻപ് വൈൽഡ് കാർഡ്സ് വരുന്ന സമയത്ത് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ പെർഫെക്റ്റായി എടുത്ത് പറയുന്നുണ്ടെങ്കിലും നോറ വരെ അത് സമ്മതിച്ചു എന്ന രീതിയിലാണ് അക്ബറൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ അനുമോളെ മനസ്സിലാക്കിയിട്ട് അനുമോൾ പറയുന്നത് ശരിയാണെന്നുള്ള നിലയിൽ നിന്നത് ചുരുക്കം പേരാണ്. ഞാൻ ചുരുക്കം ചില പേര്, ജിഷിൻ, അതേപോലെ ലക്ഷ്മി, അതേപോലെ ഞെട്ടിച്ചതാണ്. അതായത് നമ്മുടെ നെവിൻ അത് ഓക്കെ ആക്കി എടുത്തു, നെവിൻ അത് കാര്യമായിട്ട് ചോദിച്ചു, നെവിൻ അത് ക്ലിയർ ആക്കാൻ ശ്രമിച്ചു. അവിടെ അക്ബർ കുറച്ചുകൂടി നെഗറ്റീവായി. അതായത് അക്ബർ ലാസ്റ്റ് തെളിവുകൾ കാണിക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തെളിവ് കാണിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട് നെവിൻ്റെ അടുത്ത്, നെവിൻ അതെനിക്കറിയാം, അവളുടെ ചേച്ചിയുടെ നമ്പറാണെന്ന് ആദ്യം എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ എന്നെ കരിവാരി തേക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അനുമോളെക്കാളും അനീഷിനായിരുന്നു കപ്പ് കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിലും ഇവരുടെ ഈ കളികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ആർക്കൊക്കെ കപ്പ് കിട്ടിയാലും നോറയ്ക്ക് കിട്ടാൻ പാടില്ല. കാരണം ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് അവർ കൃത്യമായി ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്ന രണ്ടുപേരും. അതേപോലെ തന്നെ അനീഷിന് കിട്ടിയാലും അനുമോൾക്ക് കിട്ടിയാലും ആർക്ക് കിട്ടിയാലും എനിക്കത് സന്തോഷമാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്കായി കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേഷനും ഇനി വരുന്ന ഫിനാലെ എപ്പിസോഡും ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.